ഹലോ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് Bcom ഫിനാൻസിൻ്റെ 5th സെമ്മിലായിട്ടുള്ള പേപ്പറായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് വരാൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് നോക്കാം. എസ്സേ ക്വസ്റ്റ്യൻസ് 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം അതിൽ ആദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് GST. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നുണ്ട് GSTയുടെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. അത് എസ്സേക്ക് ചോദിക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സപ്ലൈ. ഡിഫറെൻറ്റ് സപ്ലൈസ് ആർ ദേ ലൈക്ക് കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, നിൽ റേറ്റഡ് സപ്ലൈ, എക്സംപ്റ്റ് സപ്ലൈ, സീറോ റേറ്റഡ് സപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതും എസ്സേക്ക് ചോദിക്കാം. ദെൻ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആൻഡ് ഇറ്റ്സ് അപ്ലിക്കബിലിറ്റി. റിവേഴ്സ് ചാർജ് മെക്കാനിസം അതുപോലെ തന്നെ അത് അപ്ലിക്കബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ടൈം ഓഫ് സപ്ലൈ ആൻഡ് ഹൗ ടു ഡിറ്റർമിൻ ദ ടൈം ഓഫ് സപ്ലൈ. ഒരു സപ്ലൈയുടെ ടൈം എന്ന് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. Then place of supply and the provisions relating to determining the place of supply. ഓരോ സപ്ലൈയുടെ കേസിലും അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ അതൊരു ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആണോ അല്ല ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. IGST ആണോ അപ്ലൈ ചെയ്യേണ്ടത് അല്ല CGST ആൻഡ് SGST ആണോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം അതും അതിൻ്റെ പ്രൊവിഷ്യൻസും എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട് GST രജിസ്ട്രേഷൻ. ആരൊക്കെയാണ് GSTയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, ആ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്, ഇതൊക്കെ എസ്സേക്ക് ചോദിക്കാം. GST രജിസ്ട്രേഷൻ എന്താണെന്ന് വേണമെങ്കിൽ പ്രൊസീജിയർ ഫോർ GST രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അണ്ടർ ക്യാൻസലേഷൻ ഓഫ് GST രജിസ്ട്രേഷൻ, ഇതൊക്കെ എസ്സേക്ക് ചോദിക്കാം. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷെഡ്യൂൾ 2 പ്രകാരം വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിൻ്റെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് സിറ്റുവേഷൻസ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മളവിടെ ആക്ടിവിറ്റീസ് നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, ആക്ടിവിറ്റീസ് വിച്ച് ആർ നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, ഗുഡ്സും അല്ലെങ്കിൽ സർവീസുമായിട്ട് കൺസിഡർ ചെയ്യാത്ത സപ്ലൈസ് ഏതൊക്കെയാണെന്ന് ഷെഡ്യൂൾ 2 പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചോദിക്കാവുന്നെങ്കിൽ ആക്ടിവിറ്റീസ് ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ് നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ്, അത് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് സർവീസസ് ആൻഡ് ആക്ടിവിറ്റീസ് നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് സർവീസസ്, ഈ രണ്ടും അവിടെ സെപ്പറേറ്റ് ആയിട്ട് എസ്സേ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യനാണ് കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് സ്മോൾ ടാക്സ് പേയേഴ്സിന് കിട്ടുന്നൊരു ബെനിഫിറ്റാണ്. അപ്പോൾ ദേ ഹാവ് ടു പേ ടാക്സ് ഓൺ ദെയർ അഗ്രിഗേറ്റ് ടേൺ ഓവർ, സർട്ടൻ പെർസെൻറ്റേജ് ഓൺ ദെയർ അഗ്രിഗേറ്റ് ടേൺ ഓവർ. അപ്പോൾ കോമ്പോസിഷൻ സ്കീമുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ്, അതുപോലെ പേഴ്സൺസ് ഹു ക്യാൻ ഓപ്റ്റ് കോമ്പോസിഷൻ സ്കീം, ആർക്കൊക്കെ ആ ഒരു സ്കീം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ടു ലെവി അണ്ടർ കോമ്പോസിഷൻ സ്കീം, എന്തൊക്കെയാണ് അവിടെ റെസ്ട്രിക്ഷൻസ് ഉള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് അവർ സാറ്റിസ്ഫൈ ചെയ്യണം. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വാലിഡിറ്റി ഓഫ് ലെവി ആൻഡ് റേറ്റ് ഓഫ് ടാക്സ് അണ്ടർ കോമ്പോസിഷൻ സ്കീം പറഞ്ഞു. അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ മുകളിൽ സർട്ടൻ പെർസെൻറ്റേജ് ആണ് ടാക്സ് അടക്കേണ്ടത്, അതിൻ്റെ റേറ്റാണ് അവിടെ ചോദിക്കുന്നത്, അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ കോമ്പോസിഷൻ സ്കീമുമായി ബന്ധപ്പെട്ടുള്ള ഇതൊക്കെ എസ്സേ ക്വസ്റ്റ്യന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്.
ദെൻ ഡിഫറെൻറ്റ് റിട്ടേൺസ് സബ്മിറ്റഡ് അണ്ടർ ജി എസ് ടി. ജി എസ് ടിയിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് റിട്ടേൺസ് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ജി എസ് ടി റിട്ടേൺസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഈ ഓരോ ജി എസ് ടി റിട്ടേൺസും സബ്മിറ്റ് ചെയ്യേണ്ടത്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ക്ലെയിമിങ് ITC. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള കണ്ടീഷൻസ്, ഏതൊക്കെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ വേണ്ടി പറ്റും, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് എസ് എ ചോദിക്കാം. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇവല്യൂഷൻ ഓഫ് ജി എസ് ടി. ജി എസ് ടിയുടെ ഹിസ്റ്ററി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ജി എസ് ടി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള ഓരോ സംഭവങ്ങൾ, അത് ഇവല്യൂഷൻ ഓഫ് ജി എസ് ടി എസ് എ ചോദിക്കും. ഇനി നമുക്ക് ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്, അതായത് 1 മാർക്കിനോ അതുപോലെ തന്നെ 3 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അവിടെ നമുക്ക് ജി എസ് ടിയുടെ മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ 1 മാർക്കിന് ചോദിക്കാം. ജി എസ് ടിയുടെ മീനിങ്, GST is a comprehensive indirect tax on consumption, manufacture and selling of goods and services, goods or services. അപ്പോൾ അതിൻ്റെ മീനിങ് ജസ്റ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട് 1 മാർക്കിന്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്, എന്താണ് ഡയറക്റ്റ് ടാക്സ് മീനിങ് ചോദിക്കാം. എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എഴുതാനൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ CGST, SGST ആൻഡ് IGST. എന്താണ് CGST എന്ന് ചോദിക്കാം, മീനിങ് 1 മാർക്കിന്. എന്താണ് IGST, എന്താണ് SGST. CGST സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് ഓരോന്ന് മീനിങ് ചോദിക്കാം, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് 1-2 ഡിഫറൻസ് എഴുതാനും ചോദിക്കാം. ദെൻ ഡിഫൈൻ ഗുഡ്സ് അണ്ടർ GST. GSTയിൽ ഗുഡ്സ് എങ്ങനെ ഏത് രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് ഡെഫിനേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ഡെഫിനേഷനാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഇൻ്റർ സ്റ്റേറ്റ് ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. വാട്ട് യു മീൻ ബൈ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ 1 മാർക്കിന് ചോദിക്കാം. അതുപോലെ വാട്ട് യു മീൻ ബൈ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് ചോദിക്കാം 1 മാർക്കിന്. അല്ലാന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർ സ്റ്റേറ്റ് ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻ്റർ സ്റ്റേറ്റും ഇൻട്രാ സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് വിത്ത് എക്സാമ്പിൾ നമുക്കത് പറയാൻ വേണ്ടി പറ്റും. ദെൻ എസ്സേയിൽ പറഞ്ഞപ്പോൾ ടൈപ്സ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് സപ്ലൈയിൽ ഓരോ സപ്ലൈസ് ആയിട്ട് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്സംപ്റ്റഡ് സപ്ലൈ എന്താണെന്ന് ചോദിക്കാം, നിൽ റേറ്റഡ് സപ്ലൈ എന്താണെന്ന് ചോദിക്കാം, അതുപോലെ തന്നെ 0 റേറ്റഡ് സപ്ലൈ, അതുപോലെ കോമ്പോസിറ്റ് സപ്ലൈ എന്താണ്, മിക്സ്ഡ് സപ്ലൈ എന്താണെന്ന് 1 മാർക്കിന് ചോദിക്കാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കോമ്പോസിറ്റ് സപ്ലൈയും മിക്സ്ഡ് സപ്ലൈയും. ഇവ തമ്മിലുള്ള ഡിഫറൻസ്, കോമ്പോസിറ്റ് സപ്ലൈയും മിക്സ്ഡ് സപ്ലൈയും തമ്മിലുള്ള ഡിഫറൻസ് 3 മാർക്കിന് ചോദിക്കാൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വിത്ത് എക്സാമ്പിൾ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ വാട്ട് യു മീൻ ബൈ ടാക്സബിൾ ഇവൻ്റ് അണ്ടർ GST. GSTയിൽ ടാക്സബിൾ ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണ് 1 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ അഗ്രിഗേറ്റ് ടേൺ ഓവർ. കാരണം കോമ്പോസിഷൻ സ്കീം ടാക്സ് അടക്കുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ മുകളിൽ സർട്ടൈൻ പെർസെൻറ്റേജ് ആണ്. സോ വി ക്യാൻ എക്സ്പെക്റ്റ് എ ക്വസ്റ്റ്യൻ വാട്ട് യു മീൻ ബൈ അഗ്രിഗേറ്റ് ടേൺ ഓവർ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ടാക്സ് സബ്സ്യൂംഡ് ഇൻ ടു GST. GST എന്ന് പറയുന്നത് അന്ന് വരെ ഉണ്ടായിട്ടുള്ള 17ഓളം ഇൻഡയറക്റ്റ് ടാക്സ് ഒരുമിച്ച് ചേർന്നിട്ടാണ് GST എന്നുള്ള ഒറ്റ ഇൻഡയറക്റ്റ് ടാക്സായി മാറിയിട്ടുള്ളത്. അപ്പോൾ അതിൽ 3-4 ഇൻഡയറക്റ്റ് ടാക്സ് നമുക്കവിടെ 1 മാർക്കിന് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ പറ്റും. ഏതൊക്കെയാണ് GSTയിൽ സബ്സ്യൂം ചെയ്തിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ദെൻ ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. ഇൻവോയ്സ് സപ്ലൈ ഓഫ് സർവീസിൻ്റെ കേസിൽ എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ടൈം, അല്ലെങ്കിൽ എന്താണ് ആ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്, അത് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് അതുപോലെ ക്രെഡിറ്റ് നോട്ടും 1 മാർക്കിന് ചോദിക്കാം. ഇലക്ട്രോണിക് ലെഡ്ജേഴ്സാണ് GSTയിലുള്ള ഇലക്ട്രോണിക് ലെഡ്ജേഴ്സാണ് ഡെബിറ്റ് നോട്ടും അതുപോലെ ക്രെഡിറ്റ് നോട്ടും. അതെന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ 1 മാർക്കിന് ചോദിക്കാം വാട്ട് യു മീൻ ബൈ ലെവി ഓഫ് GST. GSTയുടെ ലെവി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാം. ഇമ്പോസിഷനാണ് ലെവി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ്. ദെൻ എക്സ്പ്ലെയിൻ ദ ടേം റിസീപ്പിയൻറ്റ്. റിസീപ്പിയൻ്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്.
ദെൻ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എസ് ഐ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അതിൽ ആശയം എന്താണെന്ന് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതുപോലെ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 1 മാർക്കിന് മീനിങ് ചോദിക്കാം. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് GSTN-ഉം GSTIN-ഉം GSTN GST നെറ്റ്വർക്ക്. GST നെറ്റ്വർക്കിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് വേണമെങ്കിൽ ചോദിക്കാം. അവിടെ GST നെറ്റ്വർക്കിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ റിട്ടേൺ ഫയലിംഗ്, അതുപോലെ പേയ്മെൻറ്റ്. അപ്പോൾ GSTN എന്താണ് ഇതിൻ്റെ ഫങ്ഷൻസും ചോദിക്കാം. ദെൻ GSTIN GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ജസ്റ്റ് മീനിങ് എന്താണെന്ന് ചോദിക്കാം. ദെൻ കമ്പൽസറി രജിസ്ട്രേഷൻ 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 1 മാർക്കിന് കമ്പൽസറി രജിസ്ട്രേഷൻ എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആരാണ് കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്, GSTൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആൾക്കാരായിരിക്കാമെന്നൊക്കെ ചോദിക്കാം. ദെൻ GST കൗൺസിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് GST കൗൺസിൽ. അതുപോലെ തന്നെ കൗൺസിലിൻ്റെ ഫങ്ഷൻസ്, GST കൗൺസിൽ അതിൻ്റെ ഫങ്ഷൻസും 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ എലമെൻറ്റ്സ് ഓഫ് സപ്ലൈ, സപ്ലൈയുടെ ഡെഫിനീഷൻ പഠിക്കുമ്പോൾ തന്നെ അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ എലമെൻറ്റ്സ് 3 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, ആരൊക്കെയാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നറിയപ്പെടുന്നത് ചോദിക്കാം മീനിങ്. ദെൻ ഡീംഡ് രജിസ്ട്രേഷൻ, ഡീംഡ് രജിസ്ട്രേഷൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് റീഫണ്ട്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ടാക്സ് പേ ചെയ്തിട്ടുള്ളത് റീഫണ്ട് ചെയ്യുന്നെന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് 1 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും, എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ കവർ ചെയ്തിട്ട് തന്നെ എക്സാമിന് പോവാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.